ഹലോ, അസ്സലാമു അലൈക്കും. 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഒന്ന് ഫുള്ളായിട്ടൊന്ന് കിച്ചണെല്ലാം ഒന്ന് ഒരുക്കി വെച്ചതും, പിന്നെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മളിങ്ങനെ ഓരോ അതിൻ്റേതായ ബോട്ടിലെല്ലാം ഇട്ട് വെക്കൂലേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ എന്താ പറയുക പാക്കറ്റോടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓരോരോ തിരക്കിലായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ അതെല്ലാം ഒന്ന് വീഡിയോ എടുത്താളെയാ. അങ്ങനെ ഇതാ അരിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അരി, പഞ്ചസാര അങ്ങനത്തെ ഉണ്ടല്ലോ. ഇതിപ്പോൾ നോമ്പിൻ്റെ ഷോപ്പിംഗ് ആവുന്നല്ല കേട്ടോ, നോമ്പിന് ഇനി കുറേ ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ഇതെല്ലാം ഈ പണിയെല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഓരോന്ന് എന്താ പറയുക ബോക്സിൽ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തെങ്കിലും തിരക്കിനായിരിക്കും നമുക്കത് ആവശ്യം വരുമ്പോൾ അത് വീണ്ടും അതെടുത്ത് ആ ബോക്സിലിടാനും ആ കുപ്പിയിലെല്ലാം നിറയ്ക്കാനും നമുക്ക് ഭയങ്കര മടിയായിരിക്കും. നമ്മളിപ്പോൾ ഒരു വലിയ കണ്ടെയ്നറിലിട്ട് പിന്നെ അതിന് നമ്മൾ കുറച്ചൊക്കെ കോരിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് തന്നെ വെക്കൂലേ. അപ്പോൾ ചായപ്പൊടി, പഞ്ചസാര അതെല്ലാം പോലെ. അപ്പം അങ്ങനത്തെ എല്ലാം പെട്ടെന്ന് തീരുമ്പോൾ വീണ്ടും ആ വലിയ ബോക്സ് തുറന്നിട്ടെടുക്കാൻ നല്ല മടിയായിരിക്കും. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇത് അരിയെല്ലാം കുറച്ച് ദിവസമായി കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇന്ന് അരിക്ക് ആവശ്യം വന്നപ്പോൾ അതെല്ലാം എടുത്ത് എന്താ പറയുക പാക്കറ്റെല്ലാം ഒന്ന് തുറന്ന് അതായത് ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അരിയും പിന്നെ ഇതെല്ലാം അരി വെക്കുന്ന എൻ്റെ ചെറിയ കബോർഡ് കേട്ടോ എല്ലാം. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ എന്താ പറയുക ഒപ്പിച്ച് കൊണ്ടുവരണമല്ലോ. പിന്നെ ഇത് പഞ്ചസാര അതുമല്ല ഇതാ ബോട്ടിൽ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ഒന്ന് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വെക്കുമല്ലോ. പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ ചെറിയ ബോട്ടിലല്ല സുഖം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതേപോലെ ഇത് ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെക്കും കേട്ടോ. കാരണം നമുക്ക് ഡെയിലി ആവശ്യമുള്ള സാധനമാണല്ലോ ഈ ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ചെറിയൊരു ബോട്ടിൽ നിറച്ചിട്ട് ഇത് മൂന്നും ഞാൻ എപ്പോഴും ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. പഞ്ചസാര പിന്നെയും പെട്ടെന്ന് അങ്ങ് തീരും. ചായപ്പൊടി എന്നാലും വളരെ കുറവാണ്. നമ്മളിവിടെ കൂടുതലും കട്ടൻ ചായ തന്നെ അധികം കുടിക്കുക. പിന്നെ എന്തെങ്കിലും കടി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റെല്ലാം വരുമ്പോൾ മാത്രമേ. പിന്നെ നോമ്പിന് എപ്പോഴും എനിക്ക് പൊടിയിട്ട ചായ തന്നെയാണ്. പാലിൻ്റെ ചായ ഉണ്ടാക്കൽ എനിക്ക് ഭയങ്കര കുറവാണ്. എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല. അപ്പോൾ പൊടി തന്നെ ഇടാം മെയിൻ. പിന്നെ ചായപ്പൊടിയെല്ലാം ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടി ഞാൻ കുറേ എടുത്തിട്ട് അങ്ങ് നിറയ്ക്കില്ല. കുറച്ച് ആവശ്യത്തിനുള്ള എന്താ ഒരു 3-4 ദിവസത്തേക്കുള്ളത് മാത്രം. പിന്നെ ബാക്കി അതേപോലെ തന്നെ വലിയ ബോട്ടിൽ വെച്ചിട്ട് അത് കബോർഡിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. ഇതിപ്പം പുറത്ത് ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെക്കാനുള്ളതാണ്. അപ്പോൾ ആ പണിയെല്ലാം ഇങ്ങനെ ഓരോന്ന് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ മൈദ കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായി. പിന്നെ മൈദൻ്റെ ബോട്ടിലെല്ലാം കാലിയായപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആദ്യം പഴയതെല്ലാം നമ്മൾ ആദ്യം കാലിയാക്കി ആ ബോട്ടിലൊന്ന് കഴുകി തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ പുതിയത് ഇടും. അപ്പോൾ നമുക്ക് ഭയങ്കര പണി കുറവായിരിക്കും. പിന്നെ എല്ലാം ഒരുമിച്ചിട്ട് കഴുകാൻ തന്നെ വെക്കുമ്പോൾ എന്താ പറയുക പാത്രങ്ങൾ കൂടുതൽ കച്ചറാകുന്നതിനും നല്ല നമ്മൾ അപ്പാട് ഒന്ന് തുടക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കഴുകിയിട്ടൊന്ന് തുടച്ചിട്ടെല്ലാം വാങ്ങിക്കുന്ന സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നോമ്പെല്ലാം കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തിയാക്കലും എന്താ പറയുക അങ്ങനത്തെ വലിയൊരു പണിയായിട്ടൊരു ഭാരമായിട്ടുള്ളൂ അങ്ങനെയൊന്നും തോന്നലില്ല. കാരണം എല്ലാം ഓൾറെഡി നല്ല ക്ലീനായിരിക്കും. എല്ലാം തുടച്ച് വെച്ചിട്ടെല്ലാം ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഈ കബോർഡ് ഈ എന്തെങ്കിലും ഷൂട്ടിങ്ങിനായിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ എടുക്കുന്ന കുറച്ച് സ്പൂണും ഇങ്ങനത്തെ എല്ലാം ഇത് കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുക. ഞാൻ വിചാരിച്ച ആദ്യം ഇതെല്ലാം ബോട്ടിലെല്ലാം നിറച്ച് സാധനങ്ങളെല്ലാം പാക്കറ്റെല്ലാം പൊട്ടിച്ച് അതാത് എന്താ പറയുക ബോട്ടിലെല്ലാം കണ്ടെയ്നറിലും കുപ്പിയിലെല്ലാം ഇട്ട് വെക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് കബോർഡെല്ലാം ഒന്ന് തുടച്ചിട്ട് അതിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാം ആദ്യം തീരട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് എന്താ പറയുക സ്ഥലമില്ലാത്ത പോലെയുണ്ട്. പിന്നെ പുട്ടുപൊടി ബോട്ടിലിട്ട് ഇനിയിപ്പോൾ അതിന് പേരെഴുതിയിട്ടില്ല. അതിൻ്റെ പുട്ടുപൊടി എന്നെല്ലാം എഴുതി വെക്കണം. പിന്നെ കുറച്ച് ഏലക്കായ്. അപ്പോൾ ഇത് നോമ്പിൻ്റെതൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പം നോമ്പാകുമ്പോഴേക്കും എന്തായാലും ഇങ്ങനത്തെ എല്ലാം അത്യാവശ്യമല്ലേ ഏലക്കായ്, ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം പിന്നെയും വാങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഉള്ളതും എന്താ പറയുക ബാക്കിയുള്ള ആ പാക്കറ്റിലുള്ളതും എല്ലാം ഇതിലേക്ക് നിറയ്ക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് റോസ് പെറ്റൽ പുഡിങ്ങിൻ്റെ മേലെല്ലാം ഇടാൻ. അപ്പം എനിക്കിത് എപ്പോഴും ഇങ്ങനെ അത് സ്റ്റോക്ക് വേണം. പിന്നെ കാഷ്യൂ നട്ട്സ് അത് പിന്നെ കുറച്ചധികം ചിലവായിരിക്കും. നമ്മൾ കറിയിലെല്ലാം അധികം അരച്ചിട്ടെല്ലാം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചെൻ്റെ വായിലേക്കും പോകും. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ കഴിക്കും. അല്ലാണ്ട് അത് എടുത്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. പിന്നെ കുറച്ച് കിസ്മിസ്. അപ്പോൾ ഇതെല്ലാം പിന്നെ നോമ്പിനൊന്നും ഇനി ആവശ്യം വരില്ല. കാരണം ഇതെല്ലാം കുറേ ഉണ്ടാവും.
അപ്പോൾ അതുമെല്ലാം ഇങ്ങനെ നിറയ്ക്കുക, അതിൻ്റെ എന്താ പറയുക നെയിമെല്ലാം എഴുതി ഒട്ടിക്കുക, ഇതൊക്കെയായിരുന്നു പണി. പെപ്പർ ആദ്യം വാങ്ങിച്ച് തന്നെ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് കുറച്ച് ഒരു ചെറിയ ബോട്ടിൽ കുറച്ച് ക്രഷ് ചെയ്തിട്ട് വെക്കും. പിന്നെ പൊടി എന്താ പറയുക പൗഡർ അത് വേറെ തന്നെ വാങ്ങിയിട്ട് വേറെ ബോട്ടിലിട്ട് വെക്കല. അപ്പോൾ നമുക്ക് 3 ആവശ്യം വരുമല്ലോ. പിന്നെ ഇത് സാബുനരി. ഇതിന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ, ഒന്നെങ്കിൽ പായസത്തിലിടാം അല്ലെങ്കിൽ എന്തെങ്കിലും മാംഗോ ഡ്രിങ്ക്സ് അങ്ങനെയെല്ലാം. അപ്പോൾ ഇതാ അത്. പിന്നെ ഇത് ചിക്കൻ മസാല. അപ്പോൾ ചിക്കൻ മസാല ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. എനിക്ക് മല്ലിപ്പൊടിയൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല, പക്ഷെ ചിക്കൻ മസാലയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ചിക്കനിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു ടീസ്പൂണെങ്കിലും എനിക്കൊരു ചിക്കൻ മസാല ഇടണം അതിൽ. അപ്പോൾ ഇത് ഈസ്റ്റേൺ തന്നെ എപ്പോഴും വാങ്ങാൻ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ഡേറ്റ്സും ആൽമണ്ട്സ് എല്ലാം. പിന്നെ ഹസ് ഇതെല്ലാം രാവിലെ ഇതെല്ലാം കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നോമ്പിൻ്റെ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ അല്ലാത്ത ദിവസമെല്ലാം ഇങ്ങനെ ഇടയ്ക്ക് രാവിലെ ഇത് കഴിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി ഞാൻ മിക്സഡായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് കുറച്ച് എന്താ പറയുക ജ്യൂസ് സ്മൂത്തിയെല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും. അതന്നെ ഇപ്പോൾ ഒരു 2 ദിവസം ഉണ്ടാക്കിയ പിന്നെ 3-ാമത്തെ ദിവസം നല്ല മടിയായിരിക്കും. പിന്നെ അത് പാലിൽ സോക്ക് ചെയ്ത് വെക്കാനെല്ലാം മറന്നു പോകും. അപ്പോൾ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സ് എല്ലാം പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതിനെല്ലാം വേണ്ടിയിട്ട് ഇതെല്ലാം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വാങ്ങിക്കും കേട്ടോ. ഇതൊന്നിങ്ങനെ ഒരുപാട് വാങ്ങിയിട്ട് ഇങ്ങനെ വെക്കുകയൊന്നുമില്ല. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈ ഡേറ്റ്സിലെല്ലാം പെട്ടെന്ന് അതിൻ്റെ ഉള്ളെല്ലാം എന്താ പറയുക പ്രാണി വരുന്നോ അങ്ങനെയെല്ലാം തോന്നും. എപ്പോഴും ഞാൻ എന്താ പറയുക തിന്നാൻ പോകുമ്പോൾ അതിന് തുറന്ന് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളെല്ലാം നല്ലോണം കഴുകി തുടച്ചിട്ടെല്ലാം ഞാൻ തിന്നലുള്ളൂ. നമ്മളങ്ങനെ തന്നെ തിന്നുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എത്ര ബ്രാൻഡ് ഇതായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും കുറച്ച് നാൾ വെക്കുമ്പോൾ. ഇത് കുറച്ച് ജീരകം ഇങ്ങനെ പൊടിച്ച് വെക്കും. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് എനിക്ക് ക്യൂമിൻ സീഡും ഫെന്നൽ സീഡെല്ലാം കുറച്ച് പൊടിച്ച് വെക്കാം. പിന്നെ അതുപോലെ കുറച്ച് ഏലക്കായി എടുത്തിട്ട് അതൊന്ന് പൊടിച്ച് വെക്കാം. ഞാനിതാ കൊണ്ടുവന്നതിൽ കുറച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ട് ബോട്ടിലിൽ കുറച്ച്, അപ്പോൾ ഞാൻ വെച്ചാൽ അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം. നോമ്പിന് ഏലക്കായ പൊടിയെല്ലാം ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ പണിയെല്ലാം നമ്മൾ ആദ്യമേ എന്താ പറയുക എടുത്ത് വെച്ചാൽ ആ സമയത്തൊരു തിരക്കൊന്നും ഉണ്ടാവില്ല, ആ നേരത്തെ എടുത്ത് പൊടിക്കലും അങ്ങനെയൊന്നും. ഇനി അതെല്ലാം കഴിഞ്ഞ് പൊടിയെല്ലാം അപ്പം തന്നെ എല്ലാം തുടക്കാം. ഈ ബാക്കി വേസ്റ്റെല്ലാം ഒന്ന് കളയാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ക്യാരറ്റ് കസ്റ്റേർഡ്, ഒരു ക്യാരറ്റ് പുഡിങ് പോലെ തന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും ഇങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫ്രിഡ്ജിലെല്ലാം നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം തിന്നാൻ കിട്ടണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് വേണോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം വിചാരിച്ച് പിന്നെ ഒന്നും നോക്കണ്ട, ഇതങ്ങ് ഉണ്ടാക്കി കളയാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു വലിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വിളയിച്ചെടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താവശ്യത്തിനും എല്ലാം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പെരുന്നാളിനല്ലോ അപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം അങ്ങനെ ഫാമിലിയെല്ലാം കുറവുള്ള ആൾക്കാർക്കെല്ലാം നല്ലതായിരിക്കും. പിന്നെ വലിയൊരു പാർട്ടിക്കെല്ലാം നമ്മൾ വേറെ ഒരു പുഡിങ്ങെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇതും ഉണ്ടാക്കാം. ഇതും നല്ല അടിപൊളി തന്നെയാണ്. അത്യാവശ്യം എന്താ പറയുക ശരിക്കും വീട്ടിലുള്ള സാധനം മാത്രം, പാല് ക്യാരറ്റ് വേറൊന്നും ആവശ്യമില്ല. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ടാലും മതി. ഇപ്പോൾ ഞാനിത് നെയ്യും പിന്നെ പഞ്ചസാര കുറച്ച് നല്ലോണം ഇടണം കേട്ടോ, ക്യാരറ്റിന് നല്ലൊരു മധുരം വേണം. എന്നിട്ട് നല്ലോണം ഒന്ന് വിളയിച്ച് പിന്നെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ടുണ്ടായിന്. എന്നിട്ട് ആ പാലും ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ ഞാനിത് സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ വെക്കാം.
നിങ്ങളിത് വലിയ ഡിഷിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വലിയൊരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു 2 വലിയ ക്യാരറ്റെങ്കിലും എടുക്കണം. ഞാനിപ്പോൾ ഇത് വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതാ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ സെയിം പാനിലോട്ട് ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പാലൊന്ന് തിളക്കുന്ന സമയത്ത് ഞാനൊരു 1/2 ഗ്ലാസ് തണുത്ത പാലിൽ ഒരു 3 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തിളക്കുന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ കൈ വെക്കാണ്ടെന്ന് ഇളക്കുക. നമ്മൾ കസ്റ്റേർഡെല്ലാം ഉണ്ടാക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് എന്താ പറയുക ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ്. അപ്പം നിങ്ങൾക്ക് ആ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി, പക്ഷെ നല്ല മധുരം വേണം. മിൽക്ക് മെയ്ഡ് ഇടുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് അപ്പം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട്. പിന്നെ ഇതിലേക്കൊരു 2 ഡ്രോപ്സ് വാനില എസൻസ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് വീണ്ടും നല്ലോണം ഇളക്കി ഒന്ന് കുറുകി ടൈറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ കസ്റ്റേർഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ക്യാരറ്റിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റും ഉണ്ട്, അടിപൊളിയാണ്. ഇത് നല്ലോണം തണുപ്പിക്കണം. പിന്നെ മേലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ആ ഒരു ഫസ്റ്റ് വിളയിച്ച ക്യാരറ്റ് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫുൾ അടിയിലിട്ട് സെറ്റാക്കി പോയി. പിന്നെ നട്ട്സ് പൊടിച്ചിട്ട് വറുത്തിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്ന് ചൂട് എന്താ പറയുക പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂട് പോയതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാം. ഇനിയിപ്പോൾ ഇതാ അതവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ബാക്കി കുറച്ച് പണിയും കൂടി ഉണ്ടായിന്. അങ്ങനെ ഇത് ചായപ്പൊടിയും എല്ലാം ഒന്ന് അതിൻ്റെ ബോട്ടിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചായപ്പൊടി നമ്മൾ ചില ആൾ ഒന്ന് തന്നെ ആയിരിക്കും എപ്പോഴും ഉപയോഗിക്കാൻ. നമ്മളങ്ങനെ ഒന്നുമല്ല കേട്ടോ, പലതും മാറി മാറി ട്രൈ ചെയ്യും. ഇതിപ്പോൾ ഇതാ ജീരകശാല ഉണ്ടല്ലോ, നേരിയ. അപ്പോൾ ഇത് ഞാനിപ്പം പൊളിക്കുന്നില്ല, ബിക്കോസ് എൻ്റെ പാത്രത്തിൽ തീർന്നിട്ടില്ല. അപ്പം രണ്ടും വേറെ വേറെയാണ്. ഈ അരി നമ്മളങ്ങനെ പലതും ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് തീർന്നതിന് ശേഷം ഇത് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു വേറൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അരിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ കുറച്ച് പഴയതായതുകൊണ്ട് ഞാനത് കളഞ്ഞിട്ട് പുതിയതിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊന്നും ഞാൻ പിന്നെ നല്ല വലിയ വിലൻ്റെതോ അല്ലെങ്കിൽ കാണാൻ ഭയങ്കര ഇതായിട്ട് ഗ്ലാസിൻ്റെ അങ്ങനത്തെ ഒന്നും വാങ്ങിക്കലില്ല. ഇത് നമ്മൾ കുറച്ച് മേലെ വെക്കുന്നതല്ല, അപ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ വീണിട്ടൊന്നും ഇതാണ്ടെന്ന് വിചാരിച്ച് കുറച്ച് എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെതും നല്ലൊരു ടൈറ്റായിട്ട് നിൽക്കുന്ന മുടിയിലുള്ള അങ്ങനത്തേതാണ് വാങ്ങിക്കുക. അപ്പോൾ ഇതെല്ലാം ഉള്ളിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പുറത്തുനിന്ന് ആരും കാണില്ല, അതുകൊണ്ട് അത്ര വിലൻ്റെയോ വലിയ നല്ലതൊന്നും വാങ്ങിക്കില്ല. ഇതെല്ലാം നോർമൽ പ്രൈസിന് തന്നെ ഇവിടെ കിട്ടുന്നത്. സാധാരണ അത്ര വില ഒന്നുമില്ല ഇങ്ങനത്തെ ബോട്ടിൽ. ഇപ്പോൾ ഇതാ ആട്ട, മൈദ, അരിപ്പൊടി, പിന്നെ എന്താ ബട്ടർ പേപ്പറും ക്ലിങ് ഫിലിം അതെല്ലാമാണ് അവിടെ ഉള്ളത് ആ കബോർഡിൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ അതിന് കുറച്ച് പാത്രം കഴുകൽ. പിന്നെ ഇതിനൊരു കുറവുണ്ടല്ലോ, ഇതെപ്പോഴും ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ബാക്കിയുള്ള പാത്രമെല്ലാം കഴുകി തുടച്ച് വെക്കലും ഇതൊക്കെയാണ് ഇനി അടുത്ത പണി. അപ്പോഴേക്കും എൻ്റെ പുഡിങ് കുറച്ച് ചൂടെല്ലാം പോയിട്ടുണ്ട്. ഞാനിതൊന്ന് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ കിടന്ന് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയും.
അപ്പോൾ ഇന്നത്തെ കിച്ചണിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി നേരെ എല്ലാം കബോർഡിലെല്ലാം എടുത്ത് തുടച്ച് വെക്കുക, കബോർഡ് എടുക്കുക, അതെല്ലാം. അപ്പോൾ അതിന് കുറച്ച് വലിച്ച് നീട്ടിയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാം അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി എൻ്റെ പുഡിങ് സെറ്റായോ തണുത്തോ എന്നെല്ലാം നോക്കാം. അപ്പോൾ ഇതാ പുഡിങ്ങെല്ലാം നല്ലോണം തണുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ. ഒരു പണിയില്ല. നിങ്ങളുടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാരറ്റെല്ലാം എന്താ പറയുക ഫ്രിഡ്ജിൽ കണ്ട അപ്പോൾ തന്നെ എടുത്ത് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ എന്തായാലും വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.